ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് പത്തണിമുല്ല ചെടികൾ നട്ടുപിടിപ്പിച്ചിനല്ലോ. അതെല്ലാം നമ്മളെ കോഴികളിട്ടോ. ഇന്നലെ നമ്മൾ പുറത്തൊന്ന് പോയ സമയത്ത് കോഴികൾ അതൊക്കെ ഒന്ന് കൊത്തി ചിക്കി ഒക്കെ വാടെ നശിപ്പിച്ച് വെച്ചിന് കേട്ടോ. വന്ന് അതൊന്ന് കണ്ടു നോക്കപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര വല്ലാത്തൊരു വിഷമമായിട്ടോ. അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ പിന്നെ അതൊന്നും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ വിചാരിച്ച് വേഗം വന്ന് ആ ചെടികളൊക്കെ വേഗം മാറ്റി വെച്ച് അതൊക്കെ നട്ട് പിടിപ്പിച്ചതൊക്കെ ഒഴിവാക്കി. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷൻ. എന്നെ കോഴികളോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, അയറ്റുള്ളിനെ മിണ്ടാപ്രാണിയാണല്ലോ. പിന്നെ അയറ്റക്ക് തിന്നാൻ കിട്ടിയത് അയറ്റുകൾ തിന്നതാണ്. പിന്നെ ഞാൻ മോനവിടെ ഏൽപ്പിച്ചൊക്കെ ചെയ്തീനി. മോനൊന്ന് ശ്രദ്ധ ഒന്ന് മാറിപ്പോയപ്പോൾ കോഴികൾ അത് വന്ന് കൊത്തി നശിപ്പിച്ച് പോയിട്ടോ. അപ്പം ഞാനിതാ നമ്മളെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലിട്ട് നമ്മളെ മിഠായിൻ്റെയൊക്കെ ബോട്ടിലുകൾ 2-3 ഉണ്ടായിനെ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. കോഴികൾ തിന്നതിൻ്റെ ബാക്കിയുള്ളതൊക്കെ അതിലേക്കത് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ എല്ലാ കോഴികളും തിന്നല്ല, ഒരു 2 കോഴികളുണ്ട് കേട്ടോ. അയിറ്റകളാണ് ഇത് വല്ലാതെ തിന്നൽ. ഞാൻ അയിറ്റകൾ അങ്ങനെ സാധാരണ പുറത്ത് വിടല്ല. ഇന്നലെ എന്തോ ഒരു രീതിയിൽ ഞാൻ അങ്ങോട്ട് പുറത്ത് വിട്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതിന്. അപ്പോൾ പോയി വന്നപ്പോഴത്തേനും അയറ്റുകൾ ശരിയാക്കുകയും ചെയ്തിട്ടോ. പിന്നെ ഒരു സ്ഥലത്തുള്ള മാത്രമായിട്ട് അയറ്റുകൾ കണ്ടത്. നമ്മളെ മുൻഭാഗത്തേക്കൊന്നും അയറ്റുകൾ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് എത്തയല്ല കേട്ടോ. കോഴികൾ അത് മുൻഭാഗത്തുള്ളത് എന്താണെന്നറിയില്ല, അതൊന്നും തിന്നയല്ല, കുത്തലൊന്നുമില്ല കേട്ടോ. ചെടികൾ ഈ ഒരു സൈഡിൽ വെച്ചതാട്ടോ അയറ്റക്ക് കണ്ട് അത് ഇഷ്ടപ്പെട്ടതെന്നുണ്ട്. പിന്നെ എന്ത് ചെയ്ത് നമുക്ക് തോറ്റെടുക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് ബാക്കിയുള്ള ചെടികളും അട്ട് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു കൊത്തി തിന്നതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അട്ട് നട്ട് പിടിപ്പിക്കാം. ഇതുപോലെ ഞാൻ ബോട്ടിലിൽ മണ്ണിട്ട് നിറക്കട്ടെ കേട്ടോ. പിന്നെ നമ്മളെ പത്തണിമുല്ല ചെടികൾ നടുമ്പോൾ എന്താണോ, ഏത് തരം മണ്ണിലേക്കും നമുക്ക് നടാം. വലിയൊരു വളത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതാണല്ലോ ഓരോന്നോരോന്നായിട്ട് ഇനി മണ്ണ് നിറക്കട്ടെ. പിന്നെ ഇത് വേഗം ഉണ്ടാവും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പത്തണിമുല്ല ചെടീൻ്റെ ഒരു പ്രത്യേകത, വേഗം നമുക്ക് പിടിച്ച് കിട്ടും. അതുപോലെ അങ്ങനെ കോഴിയൊക്കെ എന്താണ്, ഇതിൻ്റെ തണ്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും ടൈറ്റിൽ തിന്നത്. ഇനി ഞാൻ ഒരു നട്ട് പിടിപ്പിച്ചിട്ട് കാണിച്ചു തരട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കോഴികൾക്ക് കിട്ടാത്ത രീതിയിൽ നമുക്കത് നട്ട് പിടിപ്പിച്ച് നമുക്ക് ചുറ്റും ഒരു ഇത് വെക്കണം. കയറിങ്ങനെ കെട്ടി കൊടുത്താൽ മതി. അത് പ്ലാനിങ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ കോഴികൾ അങ്ങനെ ഇതുവരെ നശിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാതെ നിന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതേ മാർഗമുള്ളൂ. എന്നാലും നമ്മളെ ചെടി നമുക്ക് എന്താണ് മെയിൻ പ്രാധാന്യം തന്നെ കേട്ടോ. ചെടി നമുക്ക് ഏറ്റവും വലിയത്. എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ള, നമ്മൾ ഏത് നെഗറ്റീവിൽ നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളെ ചെടികൾ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. രാവിലെ തന്നെ വീടിൻ്റെ മുൻഭാഗങ്ങളുടെ വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മളെ ചെടികൾ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. പിന്നെ ഉള്ള ബോട്ടിലുകളിലൊക്കെ വെച്ച് ഇങ്ങനെ മണ്ണ് നിറച്ച് ബാക്കിയുള്ളത് നട്ട് പിടിപ്പിക്കാൻ വിചാരിച്ച്. ഒന്നും എനിക്കിങ്ങോട്ട് നശിപ്പിക്കാൻ അങ്ങോട്ട് തോന്നില്ല കേട്ടോ ചെടികളൊക്കെ. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചെടീൻ്റെ തണ്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിന് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവർക്കൊക്കെ കൊടുക്കണം. എന്നാൽ ഞാൻ പിന്നെ ഉള്ള പൊട്ടിയ പാത്രത്തിലൊക്കെ ഞാനിതുപോലെ മണ്ണൊക്കെ നിറച്ച് വെച്ച് ഇതിലേക്കൊക്കെ ഇട്ട് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്താണ് ഈ ചെടിയൊക്കെയാണ് കേട്ടോ നമ്മളത് നല്ല കോഴി കൊത്തി വെച്ചിനത്. അതൊക്കെ ഞാൻ വേഗം വന്നപ്പം തന്നെ എന്ത് ചെയ്ത് അതൊക്കെ വേഗം എടുത്ത് വെച്ചിട്ടോ. നമുക്ക് നട്ട് പിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചട്ടെ വേഗം ഒരു തണലത്ത് വെച്ച്. ഇന്ന് നേരം വെളുത്തപ്പം കണ്ടില്ലേ, അതൊക്കെ പൂവിട്ട് ഇങ്ങനെ നിൽക്കും ചെയ്തട്ടോ, നല്ല ഉഷാറാണ്. അപ്പം ഞാനത് ഇനി വേഗം അങ്ങോട്ട് നട്ട് പിടിപ്പിക്കട്ടെ. അതുപോലെ തന്നെ പിന്നെ ഓരോരുത്തർ ചോദിക്കട്ടോ, ഞാൻ പിന്നെ ഇതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ നിങ്ങൾക്കൊക്കെ എത്തിക്കും ഞാൻ. പിന്നെ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യണം, കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക. നമുക്ക് അടുത്തൊക്കെ എത്തിക്കാൻ കഴിയുന്നിടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് അവർക്ക് എത്തിച്ച് കൊടുക്കണം കേട്ടോ. അതെന്താ ഓരോ താല്പര്യം കൊണ്ട് ഇഷ്ടം കൊണ്ടാണല്ലോ, നട്ട് പിടിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓരോരുത്തർക്കൊക്കെ ഒരു തണ്ട് കിട്ടിയാൽ തന്നെ ഒരുപാട് ഇങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാനതുപോലെ അതിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് ഒരു തണ്ട് തന്നെ ഓരോന്നിൻ്റെ ഓരോ തണ്ടാണ് എനിക്ക് കിട്ടുന്നത്. അതിന്മേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രത്തോളം പത്തണിമുല്ല ചെടികൾ നട്ട് പിടിപ്പിച്ചത്. അതുപോലെ ഓരോരുത്തർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആഗ്രഹങ്ങളെല്ലാം കിട്ടിയാൽ നട്ട് പിടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ നമുക്ക് എത്തിച്ച് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് എത്താൻ കഴിയുന്നിടത്താണെങ്കിൽ നമ്മൾ എത്തിച്ച് തരും, നമ്മൾ റീപ്ലൈ തരുന്നതാട്ടോ. പിന്നെ ഞാൻ നടുന്നത് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ. ആ കൈ വെച്ചിട്ട് ലാസ്റ്റ് കാണിച്ച് തരുന്നുണ്ട് നമ്മളെ കൈ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ.
ഒരുപാട് ആൾക്കാർ ചോദിച്ചു നഖത്തിൻ്റെ ഇടുക്കിലൊക്കെ ഇങ്ങനെ ചളിയാവൂലേ എന്നുള്ളത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെ സംശയങ്ങൾ അതും മാറ്റി തരണമല്ലോ. പിന്നെ കൈമരി ചളി ആയത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ കൈക്ക് ഒന്നുകൂടി നല്ലതാണ് ഇടയ്ക്കൊക്കെ ഒന്ന് ചളി ആവുന്നതൊക്കെ. പിന്നെ ബാക്കിയുള്ള ബോട്ടിലിൽ ഈ പത്തണിമുല്ല ചെടികളും നടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തണ്ട് ഇങ്ങോട്ട് എടുക്കട്ടോ. ഇതിൽ ഈ സൈഡിലുള്ള ചെടികൾക്കൊന്നും കോഴികൾ ഒന്നും തീമ്മലേക്കാട്ട് എത്തൂല കേട്ടോ. അതെനിക്ക് തോന്നുന്നത് അടുത്തടുത്ത് ഇങ്ങനെ വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിട്ട് ഇങ്ങനെ കയറി നടക്കാനായിട്ടേക്ക് ഞാൻ സ്ഥലം കൊടുത്തില്ല. ഫുള്ളും ഇതുപോലെ നട്ടുപിടിപ്പിച്ചതാണ്. അതുകൊണ്ടായിരിക്കുമോ ഒന്നുമ്പോൾ തട്ടുമ്പോഴത്തേനും മറ്റേ ഇങ്ങോട്ട് മറിഞ്ഞ് പോകാം. അപ്പോൾ ആയിട്ടുള്ള പേടിച്ച് പോകും കേട്ടോ കോഴികൾ. അതുകൊണ്ടായിരിക്കും ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് എത്താത്തത്. പിന്നെ ബാക്കിയുള്ളതിലേക്കും ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് നട്ടുപിടിപ്പിക്കട്ടെ. ഞാൻ ഇതെന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. ചില ആൾക്കാർക്ക് പൂവുള്ള ചെടിനോടായിരിക്കും ഭയങ്കര താല്പര്യം. ചില ആൾക്കാർക്ക് ഇലച്ചെടിനോടാട്ടോ. എനിക്ക് എല്ലാ ചെടിനോടും ഭയങ്കര താല്പര്യമാണ്. ചെടി, പച്ചക്കറി ഇതൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ എനിക്ക്. ഇതിമേലൊക്കെ എത്ര ടൈമും വേണമെങ്കിലും ഞാൻ നിൽക്കൂട്ടോ ചെടിക്കൊക്കെ വേണ്ടിയിട്ട്. നമ്മളെ കിച്ചണിലെ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നുണ്ടല്ലോ കുറച്ച് നേരം ഞാനതൊന്ന് ഇതിമേലൊക്കെ ആയിട്ട് നിന്നാൽ ഓരോ ദിവസവും ഓരോന്ന് നട്ട് പിടിപ്പിക്കും. പിന്നെ ചെടികൾക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത് അതൊക്കെ മാറ്റം വരുത്തുക, എങ്ങനെയാണ് വളരേണ്ടത് എന്നൊക്കെ നോക്കി ഇങ്ങനെ ചെയ്തെടുക്കല കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് നമ്മൾ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് കോഴി വരാതെക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഒരു ഇങ്ങനെ കയറിങ്ങനെ ചുറ്റി കെട്ടാമെന്ന് വിചാരിച്ചതാട്ടോ. എന്നാൽ പിന്നെ കോഴികൾ വല്ലാതെ അങ്ങോട്ടേക്ക് എത്തൂലല്ലോ. 1-2 പ്രാവശ്യം കോഴികളെ ആട്ടിയാൽ പിന്നെ ആ പ്രദേശത്തേക്ക് ആ കോഴികൾ ഇങ്ങോട്ട് എത്തും ചെയ്യില്ല. ഞാൻ പിന്നെ അത്ര ഇങ്ങോട്ട് ശ്രമിച്ചില്ല കോഴികളെ. പിന്നെ എന്ത് ചെയ്യും, ഞാൻ വൈകുന്നേരമാണ് തുറന്നിടൽ. ഇന്നലെ എന്തോ ഒരു കാരണത്താൽ ഞാൻ രാവിലെ തന്നെ തുറന്നിട്ട് പോയി. അത് ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് നല്ലോണം ഉണ്ടായി വന്ന് നമ്മൾ ഇതുപോലെ നട്ട് പിടിപ്പിച്ചത് എണീറ്റോ. 1-2 തണ്ടുകൾ കിട്ടിയാണ് ഇത്രത്തോളം ഞാൻ ഉണ്ടാക്കിയത്. അതുപോലെ നിങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ എത്തിച്ച് തരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കൈ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ ഞാൻ ചെടിയൊക്കെ നട്ട് ശേഷമുള്ള നഖമാണ് എൻ്റെത്. ഒരു ചളി പോലും ഇല്ല. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.